ആടുജീവിതം കഴിഞ്ഞിട്ട് ഇപ്പം വലതുവശത്തെ കള്ളം വരുമ്പോഴത്തേനും ഒരു പെർഫോമൻസ് ഓറിയന്റഡ് തന്നെ പ്രേക്ഷകർ പ്രതീക്ഷയാണ് ഗോകുലിന്റെ ഒരു ക്യാരക്ടറിനെ നോക്കി കാണുന്നത്. അപ്പം എങ്ങനെയാണ് പ്രേക്ഷകർക്ക് ആ നിരാശപ്പെടുത്താത്ത ഒരു ക്യാരക്ടറാണ് ഫിലിപ്പ് എന്ന് പറയുന്നത്? പ്രേക്ഷകർ കണ്ടിട്ടല്ലേ, ഇപ്പൊ സിനിമ കണ്ടിട്ട് പറയുന്ന പോലെ പ്രേക്ഷകർ കണ്ടിട്ടല്ലേ ഇതെല്ലാം. ഇവൻ തന്നെ ഇവന് മാർക്ക് ഇടുന്ന പോലെ. അതെ, അതിന് ബാക്കി കണ്ടിട്ട് പറയട്ടെ ആളുകൾ. എല്ലാം പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തു. അത് അവനെങ്ങനെ പറയും, ഞാൻ ഗംഭീരമായിട്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ പടം ഇറങ്ങിയിട്ട് താനാണോ എന്ന് പറയും. എന്തിനാ അവൻ സൂപ്പർ ആയിട്ട് അഭിനയിച്ചു, ഞാൻ കണ്ടിട്ടില്ല. അല്ല സാർ, മറ്റേ ദേവിയുടെ സമയത്ത് അനശ്വരനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഏജ് കാറ്റഗറിയിൽ പെട്ടെന്ന് മുഖങ്ങളൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഈ ഏജ് കാറ്റഗറിയിലുള്ളത് ആരാണ്, ഞാൻ ലാസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങനെ നോക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവരുടെയൊക്കെ പ്ലേസ്? ഇപ്പൊ ഗോകുൽ എന്ന് പറയുന്ന ആടുജീവിതത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയത്, അപ്പൊ ഗോകുലിന്റെ ആ ഏജിലുള്ള ക്യാരക്ടർ പെട്ടെന്ന് തന്നെ ഗോകുലിന്റെ ഇമേജ് മനസ്സിൽ വന്നത് എങ്ങനെയാണ്? പ്രശ്നം എന്താണെന്നറിയോ, എനിക്ക് പ്രത്യേകിച്ചുണ്ട്, നമുക്ക് മറന്നുപോകും. ഇപ്പൊ നമ്മളൊരു ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരല്ലാതെ ഇങ്ങനെ ഒത്തിരി ഫേസസ് നമുക്ക് അറിയാം, മറന്നുപോകും. ചിലപ്പോൾ ചില സിനിമയുടെ കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അവരുടെ ഒരു മെസ്സേജോ ചിലപ്പോൾ അവർ ഏതെങ്കിലും ഒരു സിനിമ കാണുമ്പോൾ അയ്യോ ഈ പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തി വിളിക്കായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്.